ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നതല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു പ്ലാനും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് പ്രത്യേകിച്ചും നമ്മളുടെ ന്യൂസ് മീഡിയയിലെ പല ന്യൂസുകളും വായിക്കുകയും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴുണ്ടായ ഒരു ആത്മരോഷത്തിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും. അത് മൊത്തം കാണാൻ ശ്രമിക്കുക, കാരണം എങ്കിലേ ആ വസ്തുത എന്താണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഈ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ കീം, നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ മഹാഭാരത കഥയില് ഈ അരക്കില്ലം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണത്. അരക്കില്ലം എന്തായിരുന്നു? ആ അരക്കില്ലം സ്വാഭാവികമായിട്ടും പാണ്ഡവർക്ക് താമസിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യപ്പെടുകയും അതിനകത്തിട്ട് അവരെ ചുട്ടുകൊല്ലുക എന്നുള്ള ഒരു അജണ്ടയോടുകൂടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ആ മഹാഭാരതത്തിലെ റെഫറൻസ്. ഇതിന് ശേഷം, അതായത് ഈ അരക്കില്ലത്തിൽ പാണ്ഡവർ മരിച്ചുപോയി എന്ന ഒരു വിവരം വന്നതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു ശോകപ്രകടനങ്ങളും രോദനങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ ഈ വിഷയമായിട്ടുള്ള അതിന്റെ ബന്ധം. അതായത് പാണ്ഡവര് അതിനകത്ത് കത്തിമരിച്ചു. പാണ്ഡവരുടെ ബന്ധുക്കളുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, കൗരവരുണ്ട്, ശകുനിയുണ്ട്. ഇവരെല്ലാവരും കരയുകയാണ്. സ്വന്തം സഹോദരന്മാര് കത്തി നശിച്ചുള്ള ഖേദത്തോടു കൂടി കൗരവരും, കൃഷ്ണൻ പാണ്ഡവര് മരിച്ചതിലുള്ള വിഷമത്തിൽ ഒക്കെ കരയുന്ന ഒരു സിനാരിയോയാണ്. അപ്പൊ ആ ഒരു ഇതിനകത്ത് ഇൻസ്റ്റൻസിന്റെ രസം എന്ന് പറയുന്നത്, കൗരവരാണ് ഈ അരക്കില്ലം ഉണ്ടാക്കി ഇവരെ കൊല്ലാനുള്ള, പാണ്ഡവരെ കൊല്ലാനുള്ള എല്ലാ പരിപാടികളും ചെയ്തതും അതിന്റെ ബെനിഫിഷ്യറീസ് അവരാണ്. അവരും കരയുന്നു. എന്നാൽ ഈ വിഷയം നേരത്തെ തന്നെ മനസ്സിലാക്കി പാണ്ഡവർക്ക് രക്ഷപ്പെടാനുള്ള അറേഞ്ച്മെന്റ്സും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അവർ രക്ഷപ്പെട്ടു എന്ന് ബോധ്യമുള്ള വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനും കരയുന്നു. ഇങ്ങനെ ഏത് വസ്തുത എടുത്താലും ഈ ശ്രീകൃഷ്ണനും ഈ ശകുനിയും ഈ കൗരവരും എല്ലാ വസ്തുതകളിലും നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഈ വിഷയത്തിൽ എനിക്ക് മാധ്യമങ്ങളോട്, ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് മാധ്യമങ്ങളോട് ഒരു വിരോധവും ഇല്ല. ഉണ്ടാകേണ്ട സാഹചര്യങ്ങളും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാധ്യമത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യും, അത് വ്യക്തമായി പഠിക്കുകയും അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ കീം വിഷയത്തില് നമുക്കറിയാം സംഭവിച്ചത് എന്താണെന്നുള്ളത്. കേരള സ്ട്രീം, അതായത് നമ്മുടെ സർക്കാരിന്റെ കേരള ബോർഡിന്റെ സ്ട്രീമിലുള്ള, ഹയർ സെക്കൻഡറി ബോർഡിന്റെ സ്ട്രീമിലുള്ള സ്റ്റുഡൻസിന്റെ മാർക്സ് കുറയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് സർക്കാർ ഒരു നിലപാടെടുക്കുകയും ആ വസ്തുത സമയം കൃത്യമല്ലായിരുന്നു. അതായത് തികഞ്ഞ അന്യായമായിരുന്നു. ഒരു പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ട് ആ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്ത ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ തലേന്ന് ഒരു പുതിയ പോളിസി ഡിക്ലെയർ ചെയ്ത് അതിനനുസരിച്ച് മാർക്സ് റീഅറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു അന്യായം നടക്കാനില്ല. അപ്പം ഇത് സംഭവിച്ചു. അപ്പം ഇപ്പം എല്ലാവരും കരയുകയാണ്. മാധ്യമങ്ങൾ പറയുന്നു ഇത് ഈ വിഷയം വളരെ മോശമായി പോയി, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. സർക്കാർ പറയുന്നു ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് ഇപ്പം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ആക്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ആക്ട് ചെയ്തു, അത് ഫലപ്രാപ്തിയിൽ എത്തിയില്ല. മാധ്യമങ്ങൾ പരിപൂർണമായിട്ടും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നടക്കുന്നത് ഇതൊക്കെയാണ്, എന്താണ് ശരി എന്താണ് തെറ്റ്, ഇതിനെപ്പറ്റിയൊക്കെ മാധ്യമങ്ങളും വളരെ ഘോരം ചർച്ച ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ അരക്കില്ലമായി നടക്കുന്നത്. ഓരോ ഗ്രൂപ്പും കരയുകയാണെങ്കിലും അവരെന്തിന് കരയുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്.
ഈ വിഷയം, അതായത് നമ്മുടെ കീം എന്ന് പറയുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. അതിനുശേഷം മാധ്യമം എന്ത് പറയുന്നോ, സർക്കാർ എന്ത് പറയുന്നോ എന്നുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഈ ഒരു വിഷയം നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. കീം പരീക്ഷയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് പല സ്റ്റുഡൻസ്, അതായത് പിന്നെ കേരള സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസും CBSE ബോർഡിൽ നിന്നുള്ളവരും ICSE എന്നുള്ളവരും അങ്ങനെ മറ്റ് സ്ട്രീമുകളിൽ നിന്ന് വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും മാർക്സിന് ഒരു തുല്യത വരുത്താൻ വേണ്ടി 2 നിബന്ധനകൾ ആ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ഒന്ന്, എൻട്രൻസ് എക്സാമിനകത്ത് എക്സാം നടത്തുമ്പോൾ പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അതുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യന്മാരിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രോസസ്സും കേരള ഈ മറ്റ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാർക്സിന് തുല്യത വരുത്താനുള്ള ഒരു പ്രോസസ്സ്. ഈ 2 പ്രോസസ്സാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. ഇതിൽ ആദ്യം പറഞ്ഞത്, അതിലേക്ക് വരാം. നമുക്ക് ആദ്യം ഈ ടേംസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോ ഈ കാണുന്നതാണ്, ഇത് പ്രോസ്പെക്ടസ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാം, അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സി കേരള, അതായത് നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാംസിന്റെ വെബ്സൈറ്റ് ആണ്. അതിലെ 2015 പ്രോസ്പെക്ടസ് ആണ് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ക്ലോസുകളിൽ 9.7.2 9.4.4 ഈ 2 ക്ലോസുകളാണ് ഈ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് അത് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ മാനദണ്ഡത്തിലാണ്. നമുക്ക് ആ പ്രോസ്പെക്ടസിലെ ക്ലോസ് ഒന്ന് നോക്കാം. അതായത് 9.4.4.I ഈ ക്ലോസ് ആണ് നോർമലൈസേഷൻ പ്രൊസീജിയർ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി. അത് നമുക്കൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം എനിക്കിത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ്. അതിനകത്ത് എന്താ പറഞ്ഞത്, നോർമലൈസേഷൻ പ്രൊസീജിയർ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി will be conducted in a computer based test. അതൊക്കെ ഇഷ്ടപ്പെട്ടു. Hence, it is required to conduct the examinations in multiple days. Each session will have separate set of questions to ensure the candidates are either benefited nor disadvantaged due to the examination multiple session normalization procedure is adopted. അങ്ങനെ പറഞ്ഞ ശേഷം അത് ആ നോർമലൈസേഷൻ പ്രൊസീജിയർ എന്താ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ പല സെഷൻസ് പല ക്വസ്റ്റ്യൻ നടക്കുന്നുണ്ട്. അവരുടെ മാർക്കുകൾ തുല്യത വരുത്താൻ വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അത് കണക്ക് കൂട്ടിയെടുക്കുന്നത്, പല സെഷൻസിലെ കുട്ടികളുടെ എണ്ണവും അതിന്റെ മാർക്സിന്റെ പ്രൊപ്പോർഷനും ഒക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1 ഇങ്ങനെയാണ്, സ്റ്റെപ്പ് 2 ഇങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ ആ പ്രൊസീജിയറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലോസ് അല്ല നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അത് ഒരു ക്ലോസ് ആണ്. എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊള്ളട്ടെ, ഇതേ പാറ്റേൺ ആണ് നീറ്റ് PGക്ക് ഫോളോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, ഈ വിഷയം നീറ്റ് PGയുടെ ബേസിൽ ഇതേ പാറ്റേൺ ഒരു തർക്കമായിട്ട് വരികയും മൾട്ടിപ്പിൾ സെഷൻസിൽ ഈ പരീക്ഷ നടത്തുന്നത് ഒരു തുല്യതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തുകയും ഒറ്റ സെഷനിൽ എക്സാം നടത്തണം എന്ന ഒരു മാനദണ്ഡം വെക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ ഇവിടുത്തെ ചർച്ചയുടെ വിഷയമല്ല. ഇതാണ് ആദ്യത്തെ ക്ലോസ്. രണ്ടാമത്തെന്ന് പറയുന്നത് 9.7.2 എന്ന് നമ്മൾ പറയും. അതായത് നിങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, 7.4 പ്രിപ്പയറിംഗ് ലാംഗ്വേജ്. ഇതിനകത്താണ് ആ 7.4 മൂന്നാമത്തെ ക്ലോസ്. ഈ ക്ലോസിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9.7.4 of 3 ഈ ക്ലോസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതായത് ഒരു സങ്കല്പം ഉണ്ടായി, കേരള സ്റ്റുഡൻസിലെ കുട്ടികൾ കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊരു സാഹചര്യം വന്നു. അപ്പൊ മറ്റു കുട്ടികളുടെ, മറ്റ് സ്ട്രീമുകളിലെ കുട്ടികളുടെ മാർക്സ് ഇതിന്റെ തുല്യതയിലേക്ക് എത്തിക്കണം
എന്ന ഒരു സാഹചര്യം വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഈ 3-ൽ ഒരു ലെക്ചർ, മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞ നേരത്തെ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളും കാണിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ മൂന്നാമത്തെ ഫോർമുല പറയുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഒരു ഗ്ലോബൽ മീനും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തിയിട്ട് അതിന്റെ ഇക്വേറ്റിംഗ് പ്രോസസ്സിലാണ് ഈ മാർക്സിന്റെ തുല്യത കൈവരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ താഴെ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷനും താഴേക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു ലേമാൻ കൺസെപ്റ്റിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഇത് വായിച്ച് അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു സ്റ്റാറ്റിസ്റ്റീഷ്യനോ ഒരു മാത്തമാറ്റിക്സ് വിചക്ഷണനോ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനോ ഒന്നുമല്ല. ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ പ്രോസസ്സ്, അതായത് തുല്യത കൈവരിക്കുക എന്നൊരു പ്രോസസ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരെണ്ണത്തെ ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യണം. അതായത് തുല്യത വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരള മാർക്കും ഇത് CBSE മാർക്കുമാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ CBSE മാർക്സ് താഴെയാണ്, അല്ലെങ്കിൽ അതർ ബോർഡ്സിന്റെ മാർക്ക് താഴെയാണ്. ഒന്നുകിൽ ഇതിനെ താഴേക്ക് കൊണ്ടുവന്ന് തുല്യത കൈവരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ മേളിലോട്ട് കൊണ്ടുപോയി തുല്യത കൈവരിക്കും. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് തുല്യത കൈവരിക്കാവുന്ന സാധാരണ മനുഷ്യന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു മാർക്ക് മാനദണ്ഡമായിട്ട് നിൽക്കണം. അപ്പൊ നമ്മളുടെ സങ്കല്പത്തിൽ കേരള മാർക്കാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് അത് മാനദണ്ഡമായി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർ എങ്ങനെ ഏത് രീതിയിൽ ഇതിലേക്ക് തുല്യതയിൽ എത്തിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അപ്പം ഈ ക്ലാസ് 9.7.43 ഈ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ഒരു വളരെ കൂടുതലായിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ നമ്മുടെ ഗൂഗിൾ സെർച്ച് എടുത്തിട്ട് ഹൗ ദ നോർമലൈസേഷൻ പ്രൊസീജിയർ വർക്ക്സ് ഫോർ കീം എന്ന് സെർച്ച് ചെയ്താൽ എൻട്രൻസ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ വെബ്സൈറ്റിൽ നമുക്ക് വ്യക്തമായി ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് അവിടെ ഒരിക്കലും എത്താൻ പറ്റത്തില്ല. ഗൂഗിളിന്റെ സെർച്ച് കേപ്പബിലിറ്റീസ് വളരെ നല്ലതായതുകൊണ്ട് നമ്മൾ ആ ലിങ്കിലെത്തും. ആ ലിങ്ക് നമുക്കൊന്ന് നോക്കാം. ഈ ലിങ്കിനകത്ത് ഈ സെർച്ച് നിങ്ങൾക്ക് കാണാം, ഹൗ ദ നോർമലൈസേഷൻ ഇൻ കീം വർക്ക്സ്. ഞാൻ സെർച്ച് ചെയ്തു. ഇവിടെ തന്നെ ഫസ്റ്റ് ലിസ്റ്റിംഗിൽ CEKerala.org എനിക്കൊരു ഫയൽ കിട്ടി. ആ ഫയൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോർമലൈസേഷൻ ഓഫ് മാർക്ക്, ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് ആ നമ്മൾ പറഞ്ഞ, അതായത് അതിന്റെ 4ാമത്തെ പാരഗ്രാഫ് നമുക്ക് ആദ്യം എത്താം. ദ നോർമലൈസേഷൻ ഓഫ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ്. The normalization marks of students, candidates of other streams would be carried out as per the formula given under clause 974B2 of the prospectus of admission of. അത് 2011 ഈ മാറ്റം വന്നത്, അതുകൊണ്ടാണ് അത് 97.42 കിടക്കുന്നത്. ആ പ്രോസ്പെക്ടസിലെ ആ ക്ലാസ് നമ്പർ അതായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഡോക്യുമെന്റ് എന്താണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ തൊട്ട് മേളിലുള്ള പാരഗ്രാഫ് ഒന്ന് വായിക്കാം. The marks in respect of candidates who have come from Kerala Higher Secondary Scheme will not be subjected to any normalization. The marks obtained by such candidates in subjects considered will be taken as such for ranking purpose. അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. കേരള സ്ട്രീമിലെ സ്റ്റുഡൻസിന്റെ മാർക്കിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആ മേളിലെ ലിങ്ക് നോക്കിയാൽ വായിക്കാൻ പറ്റുന്നതാണ്. CE കേരളയുടെ, അതായത് നമ്മുടെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന ഡേറ്റയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? സാമാന്യ ഇംഗ്ലീഷ് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകേണ്ട അർത്ഥം എന്താണ്? കേരള സ്ട്രീമിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ മാർക്സിൽ ഒരു ഇമ്പാക്റ്റും വരത്തില്ല എന്നുള്ളതല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്.
ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ 2011 തൊട്ട് ഈ നോർമലൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കേരള സ്റ്റുഡൻസിന്റെ മാർക്ക് എങ്ങനെ കുറയും? കുറയുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ വെറുതെ അതും ഗൂഗിൾ കൂടെ കടന്നു പോയപ്പോ ഞാൻ സെർച്ച് ചെയ്ത് കാണിക്കാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഓരോ വർഷങ്ങളിലും പല വർഷങ്ങളിലും പല ന്യൂസ് മീഡിയാസും ടൈംസ് ഓഫ് ഇന്ത്യ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള സ്റ്റുഡൻസ് മാർക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ എല്ലാ വർഷങ്ങളിലും എൻട്രൻസ് കമ്മീഷൻ കിട്ടാറുമുണ്ട്. അപ്പം പ്രശ്നം ഫോർമുലയിലല്ല, പ്രശ്നം എവിടെയാണ്? ഈ പറയുന്ന ഇക്വേഷൻ കേരള സ്ട്രീം സ്റ്റുഡൻസിൽ അപ്ലൈ ചെയ്യണം എന്ന ഒരു ഇന്റൻഷൻ ഇത് ക്രിയേറ്റ് ചെയ്ത എക്സ്പേർട്ട് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. അവർ ക്രിയേറ്റ് ചെയ്തത് അവർ എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ കണ്ടു ആ PDF. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് അർത്ഥത്തിലാണ് കേരള സ്റ്റുഡൻസിൽ മാർക്ക് അപ്ലൈ ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു 2 മാർക്കുകൾ ഏകീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഒരിടത്ത് നിർത്തിയിട്ടല്ലേ നമുക്ക് ഏകീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടൊരു കഥയുണ്ട്, ഈ കുരങ്ങൻ അപ്പം പകുക്കുക എന്ന് പറയും. ഒരു കയ്യിൽ ഒരു അപ്പം, മറ്റേ കയ്യിൽ വേറൊരു അപ്പം. ഈ അപ്പത്തെ ഒരു കടി, ഈ അപ്പത്തെ ഒരു കടി, ഇങ്ങനെ കടിച്ചടിച്ച് അവസാനം എന്ത് സംഭവിക്കും? അപ്പം ഇല്ലാതെ. ഇതാണല്ലേ യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള സ്ട്രീമിന്റെ മാർക്ക് ഇന്ന് 5 കുറച്ചു, ഇവിടുന്ന് 5 കുറച്ചു, ഇവിടുന്ന് 5 കുറച്ചു, ഇവിടുന്ന് 5 കുറച്ചു. ഇന്നഫിൽ ആര് സംഭവിക്കുന്നു? നഷ്ടം സ്റ്റുഡൻസിന് ഉണ്ടാവും. അപ്പം ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്ന് പറയുന്ന സർക്കാർ നിലപാട് ഇത്രയും കൊല്ലം, 1ഉം 2ഉം അല്ല, നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടു, അത് എന്ന് വന്നതാണ്. ഇത്രയും കാലം ഇത് ശ്രദ്ധയിൽ അവരുടെ എന്തുകൊണ്ട് വന്നില്ല? അവരുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് വന്നില്ല? ഇനി ഇത് ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പം റിഫ്ലക്ട് ചെയ്യുന്നു? കൂടുതലായിട്ട് 2023, 24, 25 കാലഘട്ടങ്ങളിൽ ഇത് മുമ്പ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസിൽ കണക്ക് കൂട്ടുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതൊരു പ്രിസംഷനിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു മുൻവിധിയോട് കൂടിയാണ്. ഒരു സ്ട്രീമിന്റെ മാർക്ക് എപ്പോഴും കൂടുതലായിരിക്കും എന്ന മുൻവിധിയോട് കൂടിയാണ് ഈ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്ട്രീമിന്റെ മാർക്കിംഗ് പാറ്റേൺ കൂടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എവരുടെ മാർക്സ് കുറയുന്ന, ആവറേജ് മീൻ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ആ തുല്യത ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആണോ എന്ന് നിങ്ങളൊക്കെ തന്നെ നോക്കി കണ്ടെത്തുക. കാരണം ഞാനൊരു എക്സലിനകത്ത് ഈ ഓരോ വേരിയബിൾസും ഇട്ട് വാല്യൂ എൻ്റർ ചെയ്ത് നോക്കിയത്. ഇനി ഇത് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. ഈ വിഷയങ്ങളെല്ലാം മുമ്പ് ജോഷി കമ്മിറ്റി 2013 MHRDക്ക് വേണ്ടിയിട്ട് ഈ വിഷയം പഠിച്ച്, അത് JEEക്ക് വേണ്ടിയിട്ടാണ് പഠിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഓരോ മെത്തേഡ്സിന്റെ കുഴപ്പങ്ങളും നന്മയും ഒക്കെ വളരെ വിശാലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല നമ്മളുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഇങ്ങനെ പഠിച്ചൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ. പബ്ലിക് ഡൊമൈനിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ റിപ്പോർട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഉണ്ടാകാതിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ജോഷി കമ്മിറ്റി റിപ്പോർട്ട് ഓൺലൈനിൽ കിട്ടിയതാണത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാണ് റിപ്പോർട്ട് ഓഫ് ദ നോർമലൈസേഷൻ ഫോർ +2 മാർക്സ് അക്രോസ് വേരിയസ് ബോർഡ്സ് വാലിഡേഷൻ ആൻഡ് റിഫൈൻമെന്റ് സബ്മിറ്റഡ് ടു മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ന്യൂഡൽഹി. കമ്മിറ്റി ചെയർഡ് ബൈ പ്രൊഫസർ SK ജോഷി. ഫെബ്രുവരി 2023. ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല, ICCALACയുടെ വെബ്സൈറ്റിലുള്ളതാണ്. നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് പ്രൊവിഷൻ 2.1.1, അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെന്റ് സ്കീംസ് കൺസിഡർഡ് ഫോർ നോർമലൈസേഷൻ. ഈ നോർമലൈസേഷനിൽ കൺസിഡർ ചെയ്ത പല രീതികളും അവയുടെ ഗുണവും ദോഷവും ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ 2.1.1 എന്താണെന്ന് ഒന്ന് നോക്കാം. 2.1 നോർമലൈസിംഗ് ബോർഡ് മാർക്സ് ബൈ അഡ്ജസ്റ്റിംഗ് ഫോർ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ച് അനലൈസ് ചെയ്യുന്ന രീതി, ആ രീതിയെ വളരെ ഡീറ്റെയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കൺക്ലൂഷൻ പാർട്ട് വരാം. ഇൻവേരിയേറ്റ്, അതായത് സെക്കൻഡ് പാര, അത് ഞാൻ സെലക്ട് ചെയ്യാം.
the main assumption underlying this method is that the marks in a particular subject adjusted as above for mean and standard deviation are comparable across different boards. However, natana and the beauty. However, analysis of past data indicates that the transformed scores obtained as above have different distribution from board to board. Thus, it is difficult to justify the assumption. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിനകത്ത് മുൻ ഡേറ്റ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ സ്പ്രെഡ് ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് റീസൺ ചെയ്യാൻ, ഈ അസംഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, അതൊരു രീതിയാണ്. പക്ഷെ അതേ ഒരു അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. ഇതിന്റെ ഈ വിഷയത്തിന്റെ ശാസ്ത്രീയമായ വാലിഡിറ്റിയെ പറ്റി പറയാൻ ഞാൻ അർഹനുമല്ല, എനിക്ക് അതിനുള്ള ശേഷിയില്ല. പക്ഷെ സാമാന്യ ഇംഗ്ലീഷിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ വിഷയം കൺസിഡർ ചെയ്തത് ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ട് അത് നിങ്ങൾക്ക് ആർക്കും നെറ്റിൽ നിന്ന് എടുത്ത് നോക്കാവുന്നതാണ്, അവൈലബിൾ ആണ്. അതുപോലെ രണ്ട് ബോർഡുകളുടെ അല്ലെങ്കിൽ പല ബോർഡുകളുടെ മാർക്സ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്കോർ, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കോറിങ്, അതായത് അസംഷൻ എന്താണ്, കേരള സ്റ്റുഡൻസിന് മാർക്ക് മാറിക്കൂടി കൊടുക്കുന്നതെന്നാണ്. കേരള സ്റ്റുഡൻസിന്റെ ഭാഗത്തുള്ള തെറ്റെന്താ? അവരുടെ അതായത് മൗലികാവകാശമാണ് വിദ്യാഭ്യാസം, സർക്കാർ കൊടുക്കുന്ന വിദ്യാഭ്യാസം. സർക്കാർ പറയുന്ന അതേ പാറ്റേണിൽ അവർ പഠിക്കുന്നു, സർക്കാർ പറയുന്ന അതേ സിലബസിൽ അവർ പഠിക്കുന്നു, സർക്കാർ കൊടുക്കുന്ന ഇവാലുവേഷൻ പാറ്റേൺ തന്നെ അവർക്ക് കൂടെ അവർ കടന്നു പോകുന്നു. ആ ഇവാലുവേഷനിൽ അവർക്കൊരു മാർക്ക് കിട്ടുന്നു. ആ മാർക്ക് വെച്ചിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടുത്ത എഡ്യൂക്കേഷനും മാർക്കും എല്ലാം സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് സർക്കാർ തന്നെ പറയുന്ന പോലെ അല്ലേ അത്? എന്റെ തോന്നലാവാട്ടോ, തർക്കമില്ല, എന്റെ തോന്നലാവാം. പക്ഷെ അതിനകത്തൊരു ലോജിക് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ വിഷയങ്ങളൊന്നും വളരെ നേരത്തെ അറിയില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സർക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. വളരെ നേരത്തെ അറിയാവുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിരുന്നതുമാണ്. അപ്പം ഇങ്ങനൊരു ഹറിബറി സിറ്റുവേഷനിൽ കൊണ്ടുവന്നത് തീരുമാനിച്ച് അതൊരു വിഷയമാക്കി ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? ചിന്തിക്കണം. രണ്ടാമത് മാധ്യമത്തിന്റെ കാര്യം. മാധ്യമങ്ങൾ ഈ വിഷയം ഇതിനു മുമ്പ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നും കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ ഏത് ചെറിയ വിഷയമായാലും, ഇപ്പം ഒരു കോൺട്രവേഴ്സ്യൽ സ്കാം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സ്യൽ എന്താ പറയാ ഒരു പീഡനകഥ, ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും അവരുടെ കുടുംബങ്ങളിലും കുടുംബാന്തരങ്ങളിലും ബന്ധങ്ങളിലും സുഹൃത്തുക്കളിലും ഒക്കെ കടന്നു ചെന്ന് ഡേറ്റ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇത് പല സാഹചര്യങ്ങളിലും കണ്ടിട്ടും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ അത് പബ്ലിക്കിനെ അറിയിക്കാതെ വെച്ചിരുന്നതല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതും ഞാൻ പറയുന്നതല്ല കേട്ടോ, അത് ഈ അടുത്ത് ഞാൻ അതും നിങ്ങൾക്ക് ഒരു ക്ലിംസ് തരാം. ഇത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓൺലൈൻ പേജസിൽ വന്ന് പേപ്പറിലും വന്നിരുന്ന ന്യൂസാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് 27 മാർക്ക് വരെ കുറഞ്ഞിട്ടുണ്ടെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീവൻസുകൾ എൻട്രൻസ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇത് ഒരെണ്ണമല്ല, ഒരുപാട്. നിങ്ങൾ വെറുതെ റാൻഡം ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ സെർച്ച് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ആ സെർച്ച് താഴെ പോയാൽ 2024 ഏറ്റവും അവസാനം ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ കാലഘട്ടങ്ങളിലും ഈ ഇഷ്യൂ സർവൈവിങ് ആണെന്നും ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ ഈ മീഡിയയോ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ ശ്രമിച്ചില്ല. കിട്ടുന്ന ന്യൂസ്, അപ്പോൾ ഉണ്ടാകുന്ന ന്യൂസിനെ സെലിബ്രേറ്റ് ചെയ്ത് പലരുടെ അഭിപ്രായങ്ങൾ എടുത്ത് പമ്പ് ചെയ്യുമ്പോൾ ഒരല്പം, ഞാൻ ഈ കാണിച്ച ഒരു വിഷയവും വളരെ വിശാലമായ റിസർച്ച് ഒന്നും നടത്തി ഞാൻ കണ്ടെത്തിയതല്ല. വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്ന് കമ്പയർ ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും
എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റയാണ്. ഞാൻ ഒന്നും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ഒന്ന് ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്ന് കൺസിഡർ ചെയ്യാതെ അവരവരുടെ വെർഷൻസ് ഇങ്ങനെ പടച്ചു വിടുക. ഇത് കാണുമ്പോൾ ഉണ്ടായ ഒരു ശക്തമായ ഒരു ആത്മരോഷം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വെച്ചത്. അതെനിക്ക് ഈ ടെക്നോളജിയെ പറ്റി ഒന്നും വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് വലിയ വ്യക്തതയില്ല. പക്ഷെ ഇത് പറയേണ്ടത് ഒരു ആവശ്യമാണ്. ആരെങ്കിലും പറയണ്ടേ? കാരണം പിന്നെ കേരള സ്ട്രീം സ്റ്റുഡൻസിന് അവരുടെ വിഷയം എന്താ, അവരുടെ പ്രശ്നം എന്താ? കാരണം അവർ ചെയ്ത കുറ്റം എന്താ? ഒരു കേരള സ്ട്രീമിലെ കുട്ടി +1 കേരള ഹയർ സെക്കൻഡറി സ്ട്രീമിൽ ജോയിൻ ചെയ്യുമ്പോൾ അന്ന് അവന്റെ എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് -30 എഴുതി. -30. അതായത് നമ്മളൊരു റേസിനെ നിർത്തുമ്പോൾ, ഈ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ റേസിന് നമ്മൾ കുട്ടികളെ നിർത്തുന്ന സാഹചര്യത്തിൽ CBSE സ്റ്റുഡൻസോ ICSEയോ മറ്റ് സ്ട്രീമിലുള്ള സ്റ്റുഡൻസ് നിൽക്കുന്നതിനേക്കാൾ 30 പോയിന്റ് പുറകിലാണ് കേരള സ്റ്റുഡൻസ് നിൽക്കുന്നത്. അവിടുന്ന് വേണം അവൻ ഓടിക്കയറാൻ. ഇപ്പൊ ഉണ്ടായ റാങ്ക് ലിസ്റ്റിലെ മാറ്റത്തില് ടോപ്പ് 100 നിന്ന് പകുതിയോളം കേരള സ്ട്രീം സ്റ്റുഡൻസ് പോയി എന്ന് ഞാൻ ന്യൂസ് കണ്ടു. എനിക്കറിയത്തില്ല, ഉണ്ടാകാം. ആ കുട്ടികൾ എന്ത് കുറ്റാ ചെയ്തേ? അതായത് അവർക്ക് കൊടുത്ത സബ്ജക്ട്സ് പഠിച്ചു, അവരെ പഠിപ്പിച്ച പോലെ പഠിപ്പിച്ചു, സർക്കാർ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത സിലബസ് അവർ പഠിച്ചു, ഗോട്ട് ട്രെയിൻഡ്, അവര് എക്സാം എഴുതി, അവർ കോമ്പീറ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നേടി. പക്ഷെ അവർ ഓടിക്കയറേണ്ടത് ഈ -30 കവർ ചെയ്തിട്ട് അവർക്ക് ബാക്കിയുള്ളവരോട് മത്സരിക്കാൻ പറ്റും. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്കോർ -30 ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേരള സ്റ്റുഡൻസ് എഴുതാൻ തുടങ്ങുന്നത്. ഇതിൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇത് തീർച്ചയായിട്ടും ഈ കാണേണ്ടത് മീഡിയയാണ്, മീഡിയയും സർക്കാരുമാണ്. അത് ഇന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2011 തൊട്ട് നടക്കുന്നു. 2011 തൊട്ട് കാണുന്നില്ല, ഞങ്ങൾ കാണുന്നില്ല ഇതൊന്നും. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂസുകൾ വരുന്നു, അപ്പോഴും ഞങ്ങൾ ഇത് കാണുന്നില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അരക്കില്ലത്തിന്റെ രോദനാണിത്. എല്ലാവരും കരയുക. സർക്കാർ നീതി നടക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് നടക്കുന്നില്ല. മീഡിയ ആണെങ്കിൽ അതിനേക്കാൾ വലിയ രോദനം. നന്ദിയുണ്ട്, ആരോടും പരാതിയില്ല, ജീവിച്ച് തീർക്കേ നിവർത്തിയുള്ളൂ. നമസ്കാരം.